വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തി കച്ചവടക്കാരൻ, തലശ്ശേരിയിലെ ഗുജറാത്തി കച്ചവടക്കാരനായ തുളസീദാസ് സേട്ടു പണിത ബിൽഡിംഗ് കെട്ടിടമാണിത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം മുസ്ലിം ലീഗ് നേതാവും ഇന്ത്യൻ പാർലമെൻറ്റിലെ അംഗവുമായ സുലൈമാൻ സേട്ടുവിൻ്റെ ഗ്രാൻഡ് ഫാദർ, ഉമ്മയുടെ ഉപ്പ, ഈ കെട്ടിടം വിലക്ക് വാങ്ങുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ മകനും സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് പാർലമെന്റ് അംഗമായിരുന്ന ആജി അബ്ദുൽ സത്താർ സേട്ടുവും കുടുംബവും താമസിക്കുകയും ചെയ്തു. പിന്നീട് വിഭജനത്തിന് മുമ്പ് അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോയതോടുകൂടെ പിന്നെ ഇതിൻ്റെ അവകാശികളായിട്ട് ഉണ്ടായിരുന്നത് ബാംഗ്ലൂർ താമസിച്ചായിരുന്നത്. ഇത് തലശ്ശേരിയിലെ പ്രാചീന കെട്ടിടങ്ങളിൽ ബാക്കിയുള്ള ഒന്നാണ്. 1934 ഞാൻ ജനിച്ച തറവാട് ഭവനത്തിൻ്റെ ഒരു ചുമരാണ് ഇവിടെ നിന്ന് ആ വെളിച്ചം കാണുന്ന അവിടം വരെ ഉള്ള ചുമര്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതേമാതിരി തന്നെ 4 ചുമരിൻ്റെ ഇടയിൽ 2 വലിയ നടുമുറ്റവും അതിന് ചുറ്റും 2 നില കെട്ടിടങ്ങളുമായിരുന്നു പ്രാചീനമായ തലശ്ശേരിയിലെ മുസ്ലിം വയ്യപ്പുറത്ത് കുന്നത്ത് മെരുമക്കത്തായ ജമ്മിത്തറവാട്. അതിൻ്റെ ആനവാതിൽ ആ ലൈറ്റ് കാണുന്നിടത്താണ്. കുതിരയും കുതിരവണ്ടിയെല്ലാം കയറുന്ന ഒരു വാതിൽ. അതിപ്പോൾ പോയിട്ട് അടച്ചതാണ്. ഇവിടെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ 40കളിലൊക്കെ ഇവിടെ വന്നിട്ട് ഇരിക്കും, തറവാട്ടിലെ കുട്ടികളൊക്കെ. ഇല്ല, ഇവിടേക്കാണ് 1949 അന്ന് ഞാൻ തലശ്ശേരി BM ഹൈസ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. ഞാൻ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ തറവാടിൻ്റെ നടുമുറ്റത്ത് കോടതി നിയമിച്ച കമ്മീഷൻ തറവാട് ഭവനം, ഇതാ ഈ കാണുന്ന തറവാട് ഭവനം മുഴുവനും ലേലം ചെയ്യുകയാണ്. കാരണം തറവാട്ട് അംഗങ്ങൾ 1944 കൊടുത്ത പാർട്ടീഷൻ കേസിൻ്റെ ഫലമായി സ്വത്ത് ഭാഗിക്കാനുള്ള വിധി അനുസരിച്ചിട്ടാണ് കോടതി ലേലം ചെയ്യുന്നത്. ആ ലേലം ചെയ്യുമ്പോൾ ഈ തലശ്ശേരിയിലുള്ള പല സമ്പന്നരും ഉണ്ടായിരുന്നു. അവരുടെ കൂടെ കൊങ്കിണി ബ്രാഹ്മണന്മാരായ ഇവിടുത്തെ സമ്പന്ന കച്ചവടക്കാരായ